ഇന്നലെ മുതൽ മാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരുന്ന ഒരു വാർത്തയുണ്ടല്ലോ, അതായത് വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി സർക്കാർ ചെലവാക്കിയ തുക എന്ന നിലയിൽ വൻ കള്ളക്കണക്ക് വന്നു എന്നുള്ളത്. എന്നാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ആ പുറത്തു വന്ന കണക്ക്, കോടതിയിൽ കൊടുത്ത കണക്ക് എന്ന് പറയുന്നത് വെറും എസ്റ്റിമേറ്റ് ആണ്. എന്ത് എസ്റ്റിമേറ്റ്? കേന്ദ്രം കേരളത്തിന് ദുരിതാശ്വാസത്തിന്റെ പേരിൽ നൽകേണ്ട തുകയുടെ എസ്റ്റിമേറ്റ്. അതിന്റെ ഒരു കണക്കുണ്ടാക്കി കേന്ദ്രത്തിന് കൊടുത്തിട്ട് കേന്ദ്രം അത് പാസ്സാക്കി തരുമ്പോൾ അത് വെച്ചിട്ട് റീബിൽഡ് വയനാട്, ഏത് ആ ടൗൺഷിപ്പ്, ഇതാണ് പിണറായി വിജയൻ ചെയ്യാനിരുന്നത് പോലും. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ പറഞ്ഞ എസ്റ്റിമേറ്റ് പുറത്തേക്ക് വരികയും വലിയ രീതിയിൽ അത് ചർച്ചയാവുകയും ചെയ്തു. ഈ എസ്റ്റിമേറ്റിൽ കൊടുത്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് ആക്ച്വലി ചിലവായ തുകയുടെ 5 ഇരട്ടിയോളമാണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. എന്തിനായിരിക്കും ഇത്രയധികം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഈ ഒരു തുകയ്ക്ക് എസ്റ്റിമേറ്റ് കേന്ദ്രത്തിന് ഇവർ സബ്മിറ്റ് ചെയ്യുന്നത്? പോയിന്റ് നമ്പർ 1, കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട ദുരിതാശ്വാസ തുകയൊന്നും നൽകുന്നില്ല എന്ന് വരുത്തി തീർക്കുക. അതായത് 5 ഇരട്ടി കണക്കൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ തലയ്ക്ക് വെളിവുള്ളവരായതുകൊണ്ട് അവർ യഥാർത്ഥ ബില്ലുകളും യഥാർത്ഥ കണക്കുകളും എല്ലാം പരിശോധിക്കും. കാരണം ഇത് നടക്കാൻ പോകുന്ന ഒരു സംഭവമല്ല, നടന്നു കഴിഞ്ഞ സംഭവമാണല്ലോ. അപ്പൊ തന്നെ ഈ പെരുപ്പിച്ച് എഴുതിയിരിക്കുന്ന തുക അല്ല ഇതിന്റെ യഥാർത്ഥ കണക്കെന്നും ആക്ച്വലി ചിലവായ തുക എത്രയാണോ അത് മാത്രമേ കൊടുക്കേണ്ടതുള്ളെന്നും കേന്ദ്രം തീരുമാനിക്കുകയും അത് പാസ്സാക്കി കൊടുക്കുകയും ചെയ്യും. 1500 കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്തിട്ട് യഥാർത്ഥത്തിൽ ചിലവായ വെറും 500 കോടി രൂപ, ഒരു ഉദാഹരണം പറയുവാണെ, കേന്ദ്ര സർക്കാർ പാസാക്കി കൊടുക്കുകയാണെങ്കിൽ അടുത്തതായി ഇവർ നടത്താൻ പോകുന്ന പ്രചാരണം കേരളത്തിന് അർഹമായ 1000 കോടി തരാതെ കേന്ദ്രം കേരളത്തെ വഞ്ചിച്ചു എന്നതാണ്. ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നതടക്കം എല്ലാ കാര്യങ്ങളും മുടങ്ങി കിടക്കുന്നതിന് കാരണം കേന്ദ്രമാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേശാഭിമാനിയിലും കൈരളിയിലും അടക്കം അത്തരം വാർത്തകൾ കൊടുത്തുകൊണ്ട് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പാർട്ടി ക്ലാസുകളിൽ ഇത്തരം കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടും അവര് ഇത് ആളുകളുടെ മനസ്സിൽ വിതയ്ക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുകയാണ്. എന്നാൽ ചെറിയൊരു പാളിച്ച പറ്റിപ്പോയി കൊടുക്കാൻ വെച്ച എസ്റ്റിമേറ്റ് പുറത്താവുകയും അത് ആളുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരു കള്ളക്കണക്ക് കേന്ദ്രത്തിന് കൊടുത്താൽ കേന്ദ്രം എങ്ങനെയാണ് പൈസ പാസാക്കി തരിക എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരികയും ചെയ്തു. കഴിഞ്ഞ 2-3 പ്രളയത്തിലും ഒന്നും കേരളത്തിന് ലഭിക്കേണ്ടത് കിട്ടിയിട്ടില്ല. നികുതി വിഹിതം കിട്ടാറില്ല, അത് കിട്ടാറില്ല, ഇത് കിട്ടാറില്ല എന്നൊക്കെ പിണറായി വിജയൻ ഇവിടെ കടന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് കിട്ടാറില്ല എന്നതിന്റെ ഉത്തരം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? ഇങ്ങനെ ഒരു കണക്ക് കൊടുത്ത് ആരാടെ ഇതൊക്കെ പാസ്സാക്കി കൊടുക്കാതിരിക്കുന്നു? വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് കേന്ദ്രം കണ്ണടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വയനാട്ടിലെ സാധാരണക്കാരെയും ബാക്കി തൊഴിലാളി പ്രസ്ഥാനത്തിലുള്ള ആളുകളെയും ഒക്കെ ഇളക്കി വിട്ടുകൊണ്ട് ദേശാഭിമാനിയിലും കൈരളിയിലും ഒക്കെ വാർത്ത നൽകി കേന്ദ്രത്തിനെതിരെ വലിയൊരു പ്രചാരണം നടത്തി ആ പേരിൽ കുറച്ചധികം വോട്ട് പിടിക്കാനും കുറച്ചധികം രാഷ്ട്രീയം ചർച്ച ചെയ്യാനും വേണ്ടിയാണ് ഈ എസ്റ്റിമേറ്റിന്റെ സംഭവം കേരള സർക്കാർ രൂപപ്പെടുത്തിയിരുന്നത്. പക്ഷെ അത് 8 നിലയിൽ പൊട്ടിയ കഥയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സാമൂഹിക പെൻഷൻ കൊടുക്കാൻ എന്ന പേരിൽ പെട്രോളിനും ഡീസലിനും 2 രൂപ അധിക സെസ് കൈപ്പറ്റുന്നത് കേരള സർക്കാരാണ്. പ്രളയത്തിന്റെ സമയത്ത് പ്രളയ സെസ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ വ്യാപാരികളിൽ നിന്നും ഇവര് പൈസ കൈപ്പറ്റിയിരുന്നു. ഒരു സിനിമ കാണുമ്പോൾ പോലും എന്റർടൈൻമെന്റ് ടാക്സ് എന്ന പേരിൽ ഓരോ ടിക്കറ്റിനും കേരള സർക്കാർ ടാക്സ് ഈടാക്കുന്നുണ്ട്. എന്നിട്ടും ഇവിടത്തെ ആനുകൂല്യങ്ങളൊന്നും നൽകാൻ കഴിയാത്തതിന് കാരണം കേന്ദ്രം ഈ പൈസ തരാത്തതാണ് എന്നാണ് പറയുന്നത്. ഇതൊന്നും GST യിൽ പെടുന്ന ടാക്സ് അല്ല എന്ന് നിങ്ങൾ ഓർക്കണം. കേരളത്തിന് മാത്രമായി ലഭിക്കുന്ന ടാക്സുകളാണ്. ഈ തുകയെല്ലാം എന്ത് ചെയ്യുന്നു? പെൻഷൻ വാങ്ങാൻ വേണ്ടി ടാക്സ് വാങ്ങിയിട്ട് എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല? എല്ലാത്തിനും കേന്ദ്രത്തെ ചൂണ്ടി കാണിക്കണം. ആ പേരും പറഞ്ഞ് ഇലക്ഷൻ ചെയ്യിക്കണം. ആ പേരും പറഞ്ഞ് കേരളത്തെ ഇതേപോലെ മുടിപ്പിക്കണം. അന്നും ഇന്നും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യങ്ങളാണ്. ഈ എസ്റ്റിമേറ്റ് പുറത്തു വന്നതിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന സത്യങ്ങളും ഇതാണ്. ഇതിനൊക്കെ പ്രതികരിക്കേണ്ടത് ആരാണ്? ഇതിനൊക്കെ പ്രതികരിക്കേണ്ടതും ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടതും പ്രതിപക്ഷത്തിന്റെ പണിയാണ്, മാധ്യമങ്ങളുടെ പണിയാണ് എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞ് കളയല്ലേ ജനങ്ങളെ. നിങ്ങളാണ് വോട്ട് ചെയ്ത് നിങ്ങൾക്ക് അവകാശപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന വിശ്വാസത്തിൽ ഇവരെല്ലാം ഈ കസേരയിൽ കയറ്റിയിരുത്തിയിരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ടാക്സിന് അനുസൃതമായ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷന് അവർ വരുന്ന സമയത്ത്, വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഇത് അവരോട് ചോദിക്കാം. ഓരോ സമയത്തും നിങ്ങൾക്ക് പ്രതികരിക്കാം. പാർട്ടിക്കാർക്കും ഇതേ കാര്യം ചോദ്യം ചെയ്യാം. നിങ്ങളുടെ പാർട്ടിയിൽ എന്ത് നടന്നാലും ആരെന്ത് പറഞ്ഞാലും ഓംബ്ര എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പേരല്ല കമ്മ്യൂണിസം, അതിന്റെ പേര് അടിമത്തം എന്നാണ്. ചോദ്യം ചെയ്യേണ്ടത് എല്ലായിടത്തും ചോദ്യം ചെയ്യുക തന്നെ വേണം. ശരിയല്ലേ?